എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് ജൂൺ 10, 2026 വെനസ്ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വെനസ്ഡേ തേഴ്സ്ഡേ നമ്മൾ സെൻസെക്സിനകത്തായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സെൻസെക്സിനകത്തായിരുന്നു. സെൻസെക്സിൻ്റെ ലെവൽസൊക്കെയാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഇന്നലെ രാത്രി കൊടുത്ത ലെവൽസിൻ്റെ ഇപ്പം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പി ലെവൽസിൻ്റെ ഒരുപാട് താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. സിയുടെ ലെവലിൻ്റെ ഒരുപാട് മേലെയാണ് ഓപ്പൺ ആയത്. അപ്പോൾ നമുക്ക് ലൈവിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ലെവൽസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, മാർക്കറ്റിൽ വെയിറ്റ് ചെയ്തു നമ്മളെ ലെവൽസിൽ വരാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഏകദേശം ഒരു 10-15 ലെവൽ ടൈമിലാണ് നമ്മളെ മാർക്കറ്റ് നമ്മളെ സെക്കൻഡ് ഗ്യാപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു ടൈമിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് സെക്കൻഡ് ഗ്യാപ്പിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം. അതിനുശേഷം മാർക്കറ്റ് ഓൾമോസ്റ്റ് കൊടുത്ത ടൈമിന് ശേഷം മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 4 അവർ ആ റേഞ്ചിന് മേലെ തന്നെ ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ്. അതിനുശേഷം ആ ലെവൽ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് ഫാളായി. ഓക്കെ, ഏകദേശം 10:15 സംതിങ്ങിന് ഞാൻ ഡാറ്റ കൊടുത്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ. നമ്മുടെ ഡാറ്റ നെഗറ്റീവാണ്. ഓക്കെ, മാർക്കറ്റ് നെഗറ്റീവ് ടു സൈഡ് വൈസ് ആണ് നമ്മുടെ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഞാൻ ഏകദേശം 10 മണിക്ക് സംതിങ്. ഓക്കെ, ഇന്നലെ രാത്രി ആരോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓൾറെഡി നമ്മൾ എല്ലാ ദിവസവും രാത്രി കൊടുക്കുന്നതാണ്. അപ്പം അത് ആര് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ രാവിലെ 10 മണിക്ക് നമുക്ക്, കാരണം 10 മണിക്ക് ശേഷമാണ് നമുക്ക് ട്രേഡ് ആക്റ്റീവ് ആയത്. അപ്പം തന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഡാറ്റ എന്താണ്, സൈഡ് വേസ്റ്റ് നെഗറ്റീവ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പുട്ട് ഓപ്ഷനിലായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ വെറുതെ ഫോക്കസ് ചെയ്യല്ല, നമുക്ക് പ്രോപ്പർ സെറ്റപ്പ് കിട്ടിയാൽ മാത്രമാണ് നമ്മൾ ട്രേഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഗ്യാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. അതിനുശേഷം സെക്കൻഡ് ഗ്യാപ്പ് ബ്രേക്ക് ചെയ്തു. കറക്റ്റ് മാർക്കറ്റ് നമ്മുടെ ഏരിയാസിൽ റീടെസ്റ്റ് എടുത്തു. ഫസ്റ്റ് ഗ്യാപ്പിൽ റീടെസ്റ്റ് എടുത്തിട്ടാണ് മാർക്കറ്റിൽ ഫാൾ ചെയ്തത്. ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 133 പോയിന്റ് ഫാൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ SL എന്ന് പറയുന്നത് ജസ്റ്റ് 5 പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കൊടുത്ത ലെവൽസ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. കൊടുക്കാത്തതിനെ പറ്റി ഞാൻ പറയാറില്ല. നമ്മൾ വോളിയം പ്രൊഫൈലിൽ ഗ്രൂപ്പിൽ കൊടുത്ത ലെവൽസ് ആണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കമന്റിൽ പറയാൻ വേണ്ടി പറ്റും ഞാൻ കൊടുത്തിട്ടില്ല എങ്കിൽ. ഓക്കെ, അതേപോലെ നമ്മൾ കോൾ ഓപ്ഷൻ്റെ കുറച്ച് ലെവൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോൾ ഓപ്ഷൻ്റെ കവറിങ് സെറ്റപ്പ് നമ്മൾ സെറ്റപ്പാന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു 74,200 നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഏരിയയിലാണ് നമ്മൾ കവറിങ് സെറ്റപ്പിൽ റീടെസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ബൈ പോയതിന് ശേഷമാണ് ഞാൻ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് കറക്റ്റ് നിങ്ങൾക്ക് വോളിയം പ്രൊഫൈൽ പഠിച്ച് ഫോക്കസ് ചെയ്ത ഒരാളാണെങ്കിൽ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും. അല്ലാത്ത ഒരാളാണെങ്കിൽ എൻ്റെ മെസ്സേജ് കണ്ടിട്ടാണെങ്കിൽ ഈ ട്രേഡ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ എൻ്റെ മെസ്സേജ് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, സെക്കൻഡ് ടൈമിൽ മാർക്കറ്റിൽ വന്നു. ജസ്റ്റ് 1 മിനിറ്റിൽ നമ്മളെ ലെവൽ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ ഇതിൻ്റെ താഴെയാണ് SL വെക്കുക. ജസ്റ്റ് ക്ലോസിംഗ് ആയിരിക്കും SL വെക്കുന്നത്. ഏകദേശം ഒരു 6.7 പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. ഏകദേശം മാർക്കറ്റ് മൂവ് ചെയ്തത് 210 പോയിന്റാണ് മൂവ് ചെയ്തിട്ടുള്ളത്. ആ 10 പോയിന്റ് മൈനസ് ചെയ്ത് ഏകദേശം 200 പോയിന്റ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്തിട്ടുണ്ട് നമ്മളെ ലെവൽസിൽ നിന്ന്. ഓക്കെ, അതിനുശേഷം ആ ലെവൽ ബ്രേക്ക് ചെയ്തു. ബ്രേക്ക് ചെയ്ത സമയത്താണ് ഞാൻ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. 2:10, 2:15 സമയത്ത് ഞാൻ പറഞ്ഞു മാർക്കറ്റ് പുട്ട് സൈഡിൽ പോകും, കാരണം നമ്മളെ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്ന്. ആ സമയത്ത് ഉണ്ടായിരുന്ന പുട്ട് ഏകദേശം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് 74,400 പുട്ടാണ്. അത് 350 ഏകദേശം 590 വരെ മൂവ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 250 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമുക്ക് ഏകദേശം 200 പോയിന്റ് ഫസ്റ്റ് ട്രേഡിൽ ഏകദേശം നമുക്ക് 150 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇൻ കേസ് ആ ട്രേഡ് മിസ്സായ ഒരാൾക്ക് വോളിയം എൻ്റെ മെസ്സേജ് മാത്രം റീഡ് ചെയ്തിട്ട് ട്രേഡ് ചെയ്ത ഒരാൾക്ക് ഈ ഒരു ട്രേഡിൽ ഏകദേശം 200 പോയിന്റ് മൂവ് ചെയ്തിട്ടുണ്ട്. 200 പോയിന്റ് കൂട്ടുണ്ടാകും. നമ്മൾ ഹൈ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 150 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഇതിന്റെ ബ്രേക്കിൽ ഏകദേശം 200 പോയിന്റിൽ മേലെ നമുക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. 240 പോയിന്റ് പുട്ട് സൈഡിൽ മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലെവൽസ് ആണ് ഇന്നത്തെ ദിവസം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് 74,200 കോളിന്റെ ലെവല്, ഇത് ബൈ ചെയ്യാനുള്ള ലെവല്, ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെല്ലിന്റെ ലെവല്, പിന്നെ നിഫ്റ്റി ഇൻഡെക്സിന്റെ ലെവൽസ്. ഈ 2 ലെവൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്നിട്ട് കമന്റിൽ പറയാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് 2 സൈഡിലേക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പുട്ട് സൈഡിലേക്ക് നമുക്ക് കുറച്ച് ലോട്ട് കൂട്ടിയെടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വ്യൂ എന്ന് പറയുന്നത് ബിയറിഷ് ആയിരുന്നു ഇന്നത്തെ ദിവസം. മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് എവിടെയാണ് ഓപ്പൺ ആയത്, മാർക്കറ്റ് അതിനെക്കാട്ടി ഒരുപാട് 19 പോയിന്റ് താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് എന്താണ് ഏകദേശം -100 നിഫ്റ്റി ഫ്യൂച്ചർ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം മാർക്കറ്റിന്റെ ട്രെൻഡ് എന്തായിരുന്നു. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഡാറ്റ കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പറയുന്ന പോലെയാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. നിങ്ങൾ പ്രീവിയസ് ആയിട്ട് എന്തൊരു 10, 20, 30 വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ബുള്ളിഷാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. നമ്മൾ ബിയറിഷാന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ബിയറിഷ് ആയിരിക്കും. അതിന് ഓപ്പോസിറ്റ് 100 ദിവസത്തെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2 ദിവസം മാത്രമാണ് അതിന് ഓപ്പോസിറ്റ് മാർക്കറ്റ് പോകത്തുള്ളൂ. കാരണം നമ്മൾ ഓപ്പറേറ്റേഴ്സിന്റെ ഡാറ്റാസ് റീഡ് ചെയ്തിട്ടാണ് നമ്മൾ വ്യൂ ഉണ്ടാക്കി എടുക്കുന്നത്. ഓക്കെ, സിമ്പിളായി പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതായിരുന്നു നമുക്ക് മാർക്കറ്റിൽ കൊടുത്തത്. ഇന്നും നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. നമ്മളെ ലെവലിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നും നമുക്ക് ഹെവി പ്രോഫിറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എല്ലാ ദിവസത്തെയും പോലെ. ഗോൾഡിന്റെ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാകുന്ന നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ റെസിസ്റ്റൻസ് ഏരിയ
50 ആണെന്ന് ഞാൻ പറഞ്ഞു. 50 60യുടെ മേലെ മാത്രമാണ് നമുക്ക് ബൈ പ്ലാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു ഇന്നലത്തെ വീഡിയോയിൽ. ഏകദേശം മാർക്കറ്റ് 50യിൽ ടാപ്പ് ചെയ്തു. 50 to 60 മാർക്കറ്റ് പോയി. പക്ഷെ 1 മിനിറ്റ് ക്യാൻഡിൽ പോലും ക്ലോസ് ചെയ്തിട്ടില്ല. മാർക്കറ്റ് അവിടെ നിന്ന് ഹെവി ആയിട്ടുള്ള സെല്ല് വന്നു. കുറച്ച് താഴെയാണ് നമുക്ക് സെല്ല് കിട്ടിയത്. സ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ പോയിന്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ 33യിലാണ് തോന്നുന്നുണ്ട് സെല്ല് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, വീഡിയോ ഞാൻ ഇട്ട് അപ്പോൾ തന്നെ മാർക്കറ്റ് ആ ലെവലിൽ വന്നിട്ടുണ്ട്. ഏകദേശം 168 പോയിന്റ് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഓൾമോസ്റ്റ് പോയിന്റ് മുഴുവനായിട്ട് നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഞാൻ ഒരു ബൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 62 SL വെച്ചിട്ടായിരുന്നു ബൈ ചെയ്യാമെന്ന് പറഞ്ഞ്. ഏകദേശം ഒരു 10 പോയിന്റ് റിസ്ക്, കാരണം മാർക്കറ്റ് താഴെ വന്നിട്ടില്ല. നമ്മൾ ഏകദേശം 74-73 റേഞ്ചിലാണ് എടുത്തത്. ഓൾമോസ്റ്റ് 1:4 മേലെ പോയി. നമ്മൾ മാക്സിമം എല്ലാ ലോട്ടും ക്ലോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം 40-45 പോയിന്റിന്റെ അടുത്ത് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് നമ്മളെ ലെവലിൽ. ഓക്കെ, അപ്പൊ തന്നെ നമ്മൾ 1:4 വന്നപ്പോൾ തന്നെ മാക്സിമം ക്ലോസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ ട്രെൻഡ് പക്കാ ബീറിഷ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റിൽ ഇവിടെ കുറെ ടൈമായി മാർക്കറ്റ് രാവിലെ ഇവിടെ കുറെ സമയം മാർക്കറ്റ് സ്പെൻഡ് ചെയ്തു. നല്ലൊരു ബൈ വന്നു. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ വീണ്ടും സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ലെവലിന്റെ മേലെ നമ്മളൊരു ബൈയിനുള്ള പ്ലാനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 80ന്റെ എബോ. ഓക്കെ, US മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് 80യുടെ എബോ നമ്മളൊരു 5 പോയിന്റ് റിസ്ക് എടുത്തിട്ട് ബൈയിനുള്ള പ്ലാനാണ് ഇപ്പം ചെയ്യുന്നത്. നിലവിൽ വേറെ പ്ലാനും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഒരുപാട് പോകാൻ ചാൻസ് ഇല്ല, കാരണം നമ്മളെ 50യുടെ ബിലോ നമ്മളെ കണ്ടീഷൻസ് അനുസരിച്ച് മാർക്കറ്റ് നെഗറ്റീവാണ്. അപ്പം കോൾ സൈഡിലേക്ക് ബൈ സൈഡിലേക്ക് നമ്മൾ ഒരുപാട് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കില്ല. നമ്മൾ മാക്സിമം ഒരു 1:4 വരുമ്പോൾ തന്നെ നമ്മൾ ഓൾമോസ്റ്റ് ബുക്ക് ചെയ്തിട്ട് മാറുന്നതായിരിക്കും. പിന്നെ നാസ്താക്കിൽ നല്ല ഹെവി ഫാളാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നാസ്താക്കിൽ നോക്കേണ്ട ആളുകൾക്ക് ഈ ഒരു ലെവലിന്റെ മേലെ മാർക്കറ്റ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബൈ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു SL. ഓക്കെ, ഇത് SL വരിക. അപ്പോൾ ഇതിന്റെ മേലെ ക്ലോസ് കിട്ടിയ റീടെസ്റ്റിൽ മാത്രം എടുക്കുക. ഇത് 2 ഗ്യാപ്പാണ്, നമ്മളത് ഒറ്റ ഗ്യാപ്പായിട്ട് മാർക്ക് ചെയ്ത് ഇതാണ് ടാർഗറ്റ് ആയിട്ട് വരിക. ഓൾമോസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 200 പോയിന്റ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു റീടെസ്റ്റിൽ മാത്രമേ എടുക്കുകയുള്ളൂ. ഏകദേശം 30 പോയിന്റ് റിസ്കിൽ മാത്രമാണ് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ലെവല്. അപ്പോൾ നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. അപ്പം ഗോൾഡിന്റെ ലെവല് മാർക്ക് ചെയ്യുക. ഇന്നലെ തന്ന ലെവല് വെച്ച് ട്രേഡ് ചെയ്ത ആളുകൾക്കെല്ലാം ഹെവി പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലുള്ള ലെവൽസ് നമ്മൾ എന്തായാലും വോളിയം പ്രൊഫൈലിന്റെ ഗ്രൂപ്പിൽ മാത്രമാണ് കൊടുക്കുകയുള്ളൂ. അത് ഇന്ന് നൈറ്റിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഇൻ കേസ് മാർക്കറ്റ് വലിയ ഗ്യാപ്പ് അപ്പോ ഗ്യാപ്പ് ഡൗണോ അല്ലെങ്കിൽ നമ്മളെ ലെവലിന്റെ 2 ലെവലിന്റെയും ടച്ച് ചെയ്യാതിരുന്നാൽ മാത്രമാണ് നമ്മൾ ലൈവിൽ പുതിയ ലെവൽസ് കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ വോളിയം പ്രൊഫൈൽ കൂടുതലായിട്ട് പഠിക്കാനും താല്പര്യമുള്ള ആളുകൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.